ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീ ബി പി എസ് കെ മോഡുലേഷൻ്റെ എറർ പ്രോബബിലിറ്റിയുടെ ഡെറിവേഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ഇത് എസ് എ ക്വസ്റ്റ്യനിലായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ബിറ്റ് എറർ റേറ്റ് ഓഫ് ബി പി എസ് കെ ഓർ ഇതിനെ എറർ പ്രോബബിലിറ്റി എന്നും പറയും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എറർ or bit error rate of BPSK. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബി പി എസ് കെ എന്താണെന്നും എങ്ങനെയാണ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ എൻ്റെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം ഒക്കെ പഠിച്ചിരുന്നു. സോ ദിസ് ആക്ച്വലി എ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഡിസിഷൻ റൂള്, അതായത് നമ്മൾ ആ എറർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസീവ് ചെയ്ത സിഗ്നലിൽ നിന്ന് കറക്റ്റ്ലി സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ റൂള് നമ്മൾ പറയുവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച സിഗ്നൽ സ്പേസ് ഡയഗ്രാം ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ച സിഗ്നൽ സ്പേസ് ഡയഗ്രാം ബി പി എസ് കെയുടെ റൂട്ട് ടി ബി ഇവിടെ -√TB ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു ഡിസിഷൻ റൂള് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസിഷൻ ബൗണ്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അറ്റ് ദ ഒറിജിൻ 0-ൽ ഈ ഡിസിഷൻ ബൗണ്ടറിയുടെ റൈറ്റിലോട്ടുള്ള റീജിയനെ ഞാൻ റീജിയൻ Z1 എന്നും ഇതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള റീജിയനെ ഞാൻ Z2 എന്നും നെയിം ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് നൗ ദ ഡിസിഷൻ റൂൾ സേസ്, ഈ ഡിസിഷൻ റൂൾ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് വി ക്യാൻ ഡിസൈഡ് ദാറ്റ് ദ സിഗ്നൽ S1 of t എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നലായിരുന്നു? ബൈനറി 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നലായിരുന്നു S1 ആൻഡ് ബൈനറി സിമ്പിൾ 0, 1ഉം 0യെ നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നലായിരുന്നു S2 എന്ന് നമ്മൾ പഠിച്ചു. സോ വി ക്യാൻ ഡിസൈഡ് ദാറ്റ് ദ സിഗ്നൽ S1 was transmitted if the received signal point falls in the region Z1. That means നമുക്ക് കിട്ടുന്ന ആ ഒരു റിസീവ്ഡ് സിഗ്നൽ പോയിൻറ്റ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ റിസീവ്ഡ് സിഗ്നൽ പോയിൻ്റ് ഈ റീജിയൻ Z1 എവിടെ വീണാലും നമുക്ക് അത് മെസ്സേജ് പോയിൻ്റ് 1 കാരണമാണ് നമുക്ക് ആ സിഗ്നൽ റിസീവ് ചെയ്തതെന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഈ സപ്പോസ് നിങ്ങൾ റിസീവ്ഡ് മെസ്സേജ് പോയിൻ്റ് റീജിയൻ Z1 വീഴുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഫോൾസ് ഇൻസൈഡ് ദ റീജിയൻ Z1 വി ക്യാൻ സേ ദാറ്റ് ദ ട്രാൻസ്മിറ്റഡ് സിംബൽ ഈസ് ദിസ് മെസ്സേജ് പോയിൻ്റ് 1 ഓർ ട്രാൻസ്മിറ്റഡ് സിംബൽ ഈസ് S1 മെസ്സേജ് പോയിൻ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് S1 ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഡിസൈഡ് ഇൻ ദ ഫേവർ ഓഫ് സെക്കൻഡ് ഡിസിഷൻ. എപ്പോഴാണ് നമുക്ക് S2 ആണ് അയച്ചതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? വി ക്യാൻ ഡിസൈഡ് ഇൻ ദ ഫേവർ ഓഫ് ദ സെക്കൻഡ് ട്രാൻസ്മിറ്റഡ് സിമ്പിൾ. S2 റെപ്രസെൻറ്റ് സിമ്പിൾ ബൈനറി സിമ്പിൾ 0. ഓക്കെ, S2 ഫേവറിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇഫ് ദ റിസീവ്ഡ് സിഗ്നൽ, ഓക്കെ, നമുക്ക് റിസീവ് ചെയ്ത ആ സിഗ്നൽ പോയിന്റ് ഇഫ് ഇറ്റ് ഫോൾസ് ഇൻസൈഡ് ദിസ് റീജിയൻ Z2 എന്ന് പറഞ്ഞ റീജിയൻ, ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഓക്കെ, ആ Z2 എന്ന് പറഞ്ഞ റീജിയനിലാണ് വീഴുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് ദാറ്റ് പോയിന്റ് ഫോൾസ് സംവെയർ ഇൻ ദിസ് റീജിയൻ വി ക്യാൻ സേ ദാറ്റ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഈസ് ദ മെസ്സേജ് പോയിന്റ് 2. മെസ്സേജ് പോയിന്റ് 2 ലൈ ചെയ്യുന്ന ഈ റീജിയനിലാണെങ്കിൽ വി ക്യാൻ സേ ദ ട്രാൻസ്മിറ്റഡ് സിംബൽ ഈസ് ദ മെസ്സേജ് പോയിന്റ് 2, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് S2 അല്ലെങ്കിൽ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ ഡിസിഷൻ റൂൾ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഓഫ് എറർ ഇതിൽ സംഭവിക്കാം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് എറർ സംഭവിക്കാം. ഒരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 2 kinds of error that can occur. Okay, there are 2 kinds of error that can occur. And the first error എന്ന് പറയുന്നത് S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷേ നോയ്സ് ഈ സിഗ്നലിൻ്റെ കൂടെ ഷുവറായിട്ടും വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദി ചാനൽ നോയ്സ് ആഡഡ് അപ്പ് ആവും. പക്ഷേ ഇഫ് നോയ്സ് ഈസ് ആഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസീവ്ഡ് സിഗ്നൽ ഫോൾസ് ഇൻസൈഡ് Z1 എറർ ഒക്കേഴ്സ്. ശരിയല്ലേ? ശരിക്കും S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെങ്കിൽ എന്താ മെസ്സേജ് അല്ലേ? S2 ഡിസിഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന പോയിന്റ് എവിടെയായിരിക്കണം? Z2 വരേണ്ടത്. പക്ഷേ നോയ്സ് കാരണം S2 സെൻഡ് ചെയ്തിട്ട് അത് കാരണം റിസീവ് ചെയ്യുന്ന ആ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ്
പക്ഷേ Z1-ലാണ് വീഴുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഫോൾസ് ഇൻസൈഡ് ദ റീജിയൻ Z1, അപ്പോൾ നമ്മൾ എന്തായിട്ടത് ഡിസൈഡ് ചെയ്യും? നമ്മൾ റിസീവ്ഡ് സിഗ്നൽ S1 ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞ ഡിസിഷൻ റൂള്. ഇപ്പം റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് Z1-ലാണ് വീഴുന്നതെങ്കിൽ വി വിൽ ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് S1 ആൻഡ് ഇഫ് ദ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് ഫോൾസ് ഇൻസൈഡ് ദ റീജിയൻ Z2 വി വിൽ ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് S2. ദാറ്റ് ഈസ് വാട്ട് വി സെഡ് ഇൻ ഡിസിഷൻ റൂൾ. പക്ഷേ S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ നോയ്സ് ഒന്നുമില്ലെങ്കിൽ S2 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസീവ്ഡ് പോയിന്റ് S2 റീജിയനായ Z2-ലാണ് വരേണ്ടത്. പക്ഷേ നോയ്സ് കാരണം ഈ S2 ട്രാൻസ്മിറ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസീവ്ഡ് പോയിന്റ് നോയ്സ് കാരണം Z1-ലാണ് വീഴുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് S1 ആയിരിക്കും, ഓർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇൻ ഫേവർ ഓഫ് S1 ആയിരിക്കും. സോ അതാണ് ഒരു എറർ. രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് S1 ട്രാൻസ്മിറ്റ് ചെയ്തു, ഓക്കെ ഫൈൻ. അപ്പോൾ S1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ S1 കാരണമുള്ള റിസീവ്ഡ് പോയിന്റ് എവിടെയായിട്ടാണ് വരേണ്ടത്? ഈ റീജിയനിലാണ് ലൈ ചെയ്യേണ്ടത് അല്ലേ? Z1 എന്ന് പറയുന്ന റീജിയനാണ് ലൈ ചെയ്യേണ്ടത്. പക്ഷേ S1 ട്രാൻസ്മിറ്റ് ചെയ്തു, ഈ S1 കൂടെ നോയ്സും കൂടി ആഡ് ചെയ്യുവാണ്. നോയ്സ് ഈസ് ആഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് റിസീവ് ചെയ്യുന്ന പോയിന്റ് Z1-ൽ വരാതെ ഇഫ് ഇറ്റ് ഫോൾസ് ഇൻസൈഡ് ദ റീജിയൻ Z2-ലാണ് വരുന്നതെങ്കിൽ നമ്മൾ ആരുടെ ഫേവറിലാണ് ഡിസൈഡ് ചെയ്യുന്നത്? S2 ഫേവറിൽ ഡിസൈഡ് ചെയ്യും. പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്തത് ഏതാ? S1 ആണ്. പക്ഷേ വി ഫൈനലി ഡിസൈഡഡ് ഇൻ ഫേവർ ഓഫ് S2. സോ എറർ ക്യാൻ ഒക്കർ അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് എറർ ഒക്കർ ചെയ്യും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് എററിലും എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ഫസ്റ്റ് എറർ ഉണ്ടാകാനായിട്ട്, ഈ സെക്കൻഡ് കൈൻഡ് ഓഫ് എറർ ഉണ്ടാകാനായിട്ട് എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ഈ കൈൻഡ്സ്, ഈ 2 കൈൻഡ്സ് ഓഫ് എററിൻ്റെ എറർ പ്രോബബിലിറ്റി ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യണമെന്നില്ല. ഒരു കൈൻഡ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കൈൻഡ് ഓഫ് എറർ ക്യാൻ ബി റിട്ടേൺ ഓട്ടോമാറ്റിക്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ എററാണ് സംഭവിച്ചതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം ദാറ്റ് ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് എറർ ഹാസ് ഒക്കേർഡ്. അപ്പോൾ ആദ്യത്തെ എറർ എന്തുവാണെന്ന് മനസ്സിൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ആദ്യത്തെ എറർ? S2 ആണ് സോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷേ നോയ്സ് കാരണം ആ റിസീവ്ഡ് പോയിന്റ് എവിടെ വീഴുന്നു? Z1-ൽ വീഴുന്നു. Z2-ന് പകരം Z1-ൽ വീഴുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ആരുടെ ഫേവറിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്? വി വിൽ ബി ഡിസൈഡിങ് ഇൻ ഫേവർ ഓഫ് S1. സോ യു assume this error has occurred. അപ്പം ആ എറർ ഒക്കർ ചെയ്യാനായിട്ട് അപ്പോൾ ഫൈനലി ഇവിടെ റിസീവ്ഡ് ഈ ഫസ്റ്റ് കൈൻഡ് ഓഫ് എററിനകത്ത് റിസീവ്ഡ് പോയിന്റ് എവിടെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ Z1-ൽ വരുന്നു എന്നാണ് അല്ലേ? ദാറ്റ് മീൻസ് ഈ റീജിയനിൽ വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Z1 എന്ന് പറഞ്ഞ റീജിയൻ ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? ഈ Z1 എന്ന് പറഞ്ഞ റീജിയൻ ശരിക്കും എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും ലൈ ചെയ്യുന്നത്? ഈ 0 മുതൽ Z1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് അല്ലേ? എക്സ്റ്റെൻഡിങ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഓർ ഈ Z1 എന്ന് പറഞ്ഞ റീജിയൻ 0 to ഇൻഫിനിറ്റി നമുക്ക് വേരി ചെയ്യുന്നതെന്ന് പറയാം. പക്ഷേ റിസീവ്ഡ് സിഗ്നൽ പോയിൻ്റ് ആണ് ഈ റീജിയനിൽ വരുന്നത് അല്ലേ? റിസീവ്ഡ് സിഗ്നൽ പോയിൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റിസീവ്ഡ് സിഗ്നൽ പോയിൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിസീവ്ഡ് വെക്ടറിനെ ഇങ്ങനെയും രണ്ട് സിമ്പിളാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ X1-ഉം X2 ഇത് രണ്ടുമാണ് നമ്മുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ്. ദിസ് വി ഹാവ് ലേൺഡ് ബിഫോർ. സോ ആദ്യത്തെ കൈൻഡ് ഓഫ് എററിൽ വി ഹാവ് റിസീവ്ഡ് ദ സിഗ്നൽ പോയിന്റ് വിച്ച് ഫോൾസ് ഇൻ ദ റീജിയൻ Z1, റൈറ്റ്? അതായത് നമുക്ക് റിസീവ് ചെയ്ത പോയിന്റ് എവിടെയാണ്? ഈ റീജിയനിലാണ് വീഴുന്നത്. ഈ റീജിയനിൽ റിസീവ് ചെയ്യുന്ന ആ പോയിന്റിന് നമ്മൾ X1 എന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് Z1. സോ X1 എവിടെ വീഴും? അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് എറർ S2 ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് X1 ആണ്. X1 എവിടെയാണ് ലൈ ചെയ്യുന്നത്? Z1-ലാണ്. ദാറ്റ് ഈസ് X1 ഈസ് ലൈങ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. ഈസ് ഇറ്റ് ക്ലിയർ? 0 to ഇൻഫിനിറ്റിയിലാണ് X1 ലൈ ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? നമ്മൾ S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ബട്ട് ദ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് എവിടെയാണ് വീഴുന്നത്? Z1-ലാണ് വീഴുന്നത്. അപ്പോൾ Z1-ൽ വീഴുന്ന റിസീവ്ഡ് പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് X1. ഓക്കെ, സോ Z1 എന്ന് പറഞ്ഞ റീജിയനിലാണ് ഈ X1 വീഴുന്നത് അല്ലേ? X1 വരുന്നത്. അപ്പോൾ ഈ Z1 എന്ന് പറഞ്ഞ റീജിയൻ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 to ഇൻഫിനിറ്റി. അപ്പോൾ X1 എന്ന് പറഞ്ഞ റീജിയനിൽ X1 എന്ന് പറഞ്ഞ ആ പോയിന്റ് ഇറ്റ് ക്യാൻ ബി എനിവയർ ഇൻസൈഡ് Z1 അല്ലേ?
received point falls inside the region Z1 which is between 0 and infinity. So നമ്മൾ ആ ഒരു x1 നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ എന്താ, റിസീവ്ഡ് പോയിന്റ് ആണ്. ഓക്കെ, and now we will write the conditional probability. Okay, now we will write the conditional probability density function of a random variable x1. See, all this we have learned before. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കണ്ടാൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്നു, ദെൻ സ്മോൾ എക്സ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ വെക്റ്റർ ഉണ്ട്, അതിനകത്താണ് ഈ x1 x2 എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഓൾസോ ഈ റാൻഡം വേരിയബിൾ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണെന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു അല്ലേ. ദിസ് വിൽ കൺസിസ്റ്റ് ഓഫ് x1 x2 എന്ന് പറഞ്ഞ ഇതെന്ന് പറയുന്നത് റാൻഡം ഫംഗ്ഷനും ദീസ് ആർ ദ റാൻഡം വേരിയബിൾസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് റാൻഡം ഫംഗ്ഷൻ ആൻഡ് x1 x2 വേർ ദ റാൻഡം വേരിയബിൾ. അപ്പോൾ അതിനകത്തുള്ള ഒരു റാൻഡം വേരിയബിൾ നമ്മൾ x1 എന്ന് ഇവിടെ അസ്യൂം ചെയ്യുവാണ്. ആൻഡ് ദിസ് x1 ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സോ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഫംഗ്ഷൻ്റെ റാൻഡം വേരിയബിളിൻ്റെ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിളിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ആൻഡ് ഓൾസോ നമ്മളത് എഴുതുന്നതിന് മുമ്പായിട്ട് ദിസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ x1. ഓക്കെ, നമ്മൾ ആദ്യത്തെ എററില്ലേ കൺസിഡർ ചെയ്യുന്നത്. സോ ഗിവൺ ദാറ്റ് ആദ്യത്തെ എററിനകത്ത് എന്താണ്, ആദ്യത്തെ എററിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്, S2 ആണല്ലേ. വി ആർ കൺസിഡറിങ് ദ ഫസ്റ്റ്, that also you write. Okay, അല്ലെ ഇവിടെ എഴുതണ്ട, ഇത് എഴുതിയാൽ മതി. given that the according to the first kind of error it is said that given that symbol 0 or S2 is transmitted, okay, is defined by അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് റിസീവിങ് x1. ഫസ്റ്റ് എറർ എപ്പോഴാണ്, S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. S2 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇക്വേഷൻ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നത്. ആൻഡ് ദിസ് ഇക്വേഷൻ വി ഹാവ് ലേൺഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ലാസ്റ്റ് മോഡ്യൂൾ അല്ലേ. ഇങ്ങനെയാണ്. ഇതെന്താ അതിൻ്റെ മീനിങ്, 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, പക്ഷേ കിട്ടിയത് എന്താണ്, x1 ആണ്. റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് x1 ആണ്. x1 എന്ന് പറഞ്ഞാൽ ശരിക്കും എറർ ഒന്നും ഇല്ലെങ്കിൽ S1 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടേണ്ട സിഗ്നൽ പോയിന്റ് ആണ് x1. പക്ഷേ S2 ട്രാൻസ്മിറ്റ് ചെയ്തു, 0 ഈസ് ട്രാൻസ്മിറ്റഡ്, ബട്ട് വാട്ട് വി ഗോട്ട് x1. ഓക്കെ, അപ്പോൾ എറർ അല്ലേ അത്, ദാറ്റ് ഈസ് ആൻ എറർ. സോ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ ഇതാണ്, 1/√2π ഇൻറ്റു യു ഹാവ് ടു റൈറ്റ് ഹിയർ വേരിയൻസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ദിസ് ഇക്വേഷൻ ഓൾസോ വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് മോഡ്യൂൾ, ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഓഫ് x1 മൈനസ് മീൻ, വാട്ട് എവർ യു ഗെറ്റ് മീൻ, ദ ഹോൾ സ്ക്വയർ, നെഗറ്റീവിന് സ്ക്വയർ ഇല്ല, okay, the whole divided by 2 times the variance. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയത്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, n0/2 ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ മീൻ നമുക്ക് കിട്ടിയത് എന്തായിട്ടായിരുന്നു, Sij എന്ന് പറഞ്ഞായിരുന്നു മീൻ കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്, S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷനേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് S21 ആണ് അതിൻ്റെ മീൻ, J = 1 ബിക്കോസ് ദർ വാസ് ഓൺലി 1 ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷൻ BPSK. അപ്പോൾ S21 ആണ് മീൻ. അപ്പോൾ ഈ മീനിൻ്റെയും വേരിയൻസിൻ്റെയും വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ്, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, okay, of receiving x1 when 0 is transmitted is equal to 1/√2π into n0/2 exponential minus of x1 minus mean is S21 the whole square divided by 2 into n0/2. Okay, now ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം,
ഈ 2 cancelled ആയി പോകും. ഓക്കെ, again this 2 also get cancelled. And also what is this S21? S21 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. S21 നമുക്ക് എന്തെന്നാ കിട്ടിയത്? -√TB എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇതറിയത്തില്ലെങ്കിൽ പ്രീവിയസ് ലെക്ചർ കാണുക. അതിനകത്ത് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിനകത്ത്, അല്ലെങ്കിൽ ഹിയർ ഓൾസോ സി ഫ്രം ദി സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ദിസ് പോയിന്റ്, ഈ പോയിന്റ് ആണ് എന്ത്? S21 എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ് ആണ് S21 എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ വാല്യൂ? -√TB ആണ്. ദിസ് വി ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സസ്. സോ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ത് കിട്ടും? 1/√of pi n naught into what? Exponential here it is -1/n naught, ഒരു കോൺസ്റ്റൻ്റാണ്, ഞാനത് തുടക്കത്തിൽ ഇങ്ങനെ എഴുതുന്നു, ഇൻറ്റു ബ്രാക്കറ്റിൽ x1 മൈനസ് S21 വരെ -√TB. സോ മൈനസ് ഓഫ് മൈനസ് ഇറ്റ് വിൽ ബിക്കം +√EB ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നൗ this is the probability density function of receiving x1 when 0 was transmitted. ഇനി നമ്മൾ, സോ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമുക്ക് എറർ പ്രോബബിലിറ്റി ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടീഷണൽ, ദിസ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി. നൗ the conditional probability, okay, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, conditional probability of the receiver deciding in favor of symbol 1 given that what is transmitted? 0 is transmitted. Given that symbol 0 was transmitted. Okay, നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. എന്തിൻ്റെ? റിസീവർ x1ൻ്റെ ഫേവറിൽ ഡിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ 1 അല്ലെങ്കിൽ S1 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ അല്ലേ, റിസീവർ ഈസ് ഡിസൈഡിങ് ഇൻ ഫേവർ ഓഫ് ദ സിമ്പിൾ 1, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി, ദാറ്റ് മീൻസ് ഒന്നുമില്ല, ഇതിനകത്ത് നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്നു. ഓക്കെ, ആൻഡ് പ്രോബബിലിറ്റി ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 ട്രാൻസ്മിറ്റ് ചെയ്തു, പക്ഷേ റിസീവർ 1ന് ഫേവറിൽ ഡിസൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി. ഓക്കെ, ഇത് ഈ ഒരു എഴുതിയിരിക്കുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഓഫ് റിസീവർ ഡിസൈഡിങ് ഇൻ ഫേവർ ഓഫ് 1 when what is transmitted? 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 0 ട്രാൻസ്മിറ്റ് ചെയ്തു 1 കിട്ടി, 0 ട്രാൻസ്മിറ്റ് ചെയ്തു 1 കിട്ടി, അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടീഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ്. ഓക്കെ, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ദിസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ x1 given 0 dx1. x1ൻ്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസീവർ x1ൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. x1 എന്ന് പറഞ്ഞാൽ മെസ്സേജ് പോയിന്റ് 1 കാരണം റിസീവ് ചെയ്യുന്ന സിഗ്നലാണ്. 0 to ഇൻഫിനിറ്റി, ദിസ് റീജിയൻ, ഈ ഒരു റീജിയനാണ് 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, സോ ലിമിറ്റും കൊടുക്കുക, ദാറ്റ് ഈസ് 0 to infinity. Okay, now you substitute this equation 1 in 2. Okay, substitute 1 in 2. Okay, substitute 1 in 2. So what you will get? The error probability is equal to 0 to infinity integrate here ഈ ഒരു function. Okay, that is 1/√of pi n naught exponential minus 1/n naught times x1 plus √EB the whole square. Okay, തീർന്നില്ല, വേരിയബിൾ dx1, ഇൻ്റഗ്രേറ്റിംഗ് വേരിയബിൾ dx1 ആണ്. ഓക്കെ, നൗ ഈ 1/√pi n naught എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതിനെ ഞാൻ പുറത്തേക്ക് എഴുതുകയാണ്. 1/√pi n naught and integral 0 to infinity exponential minus 1/n naught times x1 plus √EB the whole square.
Okay, dx1. Now I'm going for a substitution. Substitution എന്തിനാണ് ചെയ്യുന്നതെന്ന് later on you will understand. Okay, so now let's substitute ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേമിൻ്റെ സ്ക്വയറിൻ്റെ, ഐ മീൻ ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ടേമിൻ്റെ റൂട്ടിനെ നമുക്ക് ഇസഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാമോ, ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഹോൾ ടേമിൻ്റെ റൂട്ടിനെ. സോ 1 - 1 ബൈ മൈനസ് എടുക്കണ്ട, നമുക്ക് പോസിറ്റീവ് മാത്രം എടുക്കാം. ഓക്കെ, മൈനസ് അവിടെ ഇരുന്നോട്ടെ. സോ 1 ബൈ എൻ നോട്ടിൻ്റെ റൂട്ട് എന്ന് പറയുമ്പം റൂട്ട് എൻ നോട്ട്, ആൻഡ് ഹിയർ x1 പ്ലസ് റൂട്ട് ഇ ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, അതിൻ്റെ റൂട്ട് എടുക്കുമ്പം x1 പ്ലസ് റൂട്ട് ഇ ബി. സോ ഇതിനെ ഇസഡ് ആയിട്ട് കൊടുക്കുക, ഇതിനെ യു ഗീവ് ഇറ്റ് ആസ് ഇസഡ്. അപ്പോൾ അതിനെ നമ്മൾ ഇസഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് വേരിയബിൾ മാറും അല്ലേ, ബിക്കോസ് x1 പകരം നമ്മൾ ഇസഡിൻ്റെ ടേംസിൽ എഴുതുവാണ്. സോ ഓഫ് കോഴ്സ് ഇൻ്റഗ്രേറ്റിംഗ് വേരിയബിൾ മാറും, അതിനൊപ്പം ലിമിറ്റും നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇസഡ് ഇസ് ഈക്വൽ ടു ഇതാണ്, ദാറ്റ് ഈസ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു സി. വെൻ യു ഓപ്പൺ വാട്ട് യു ആർ ഗെറ്റിംഗ് dx1 ബൈ റൂട്ട് എൻ നോട്ട് എന്ന് കിട്ടും അല്ലേ, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. പ്ലസ് വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യണോ, എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് റൂട്ട് ഇ ബി ബൈ എൻ നോട്ട് അല്ലേ. ഞാൻ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് യൂസ് ദ ലോജിക്. നമ്മൾ ഈ 1 ബൈ റൂട്ട് എൻ നോട്ട് വെച്ച് ഓപ്പൺ ചെയ്യുമ്പം സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്, റൂട്ട് ഇ ബി ബൈ എൻ നോട്ട് കിട്ടും. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 0 ആണ്. വെൻ യു ഫൈൻഡ് വെൻ യു ഡിഫറൻഷ്യേറ്റ് ദിസ് ടേം ഇറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡി ഇസഡ് എന്താണ്, ഇത്രയാണ് കിട്ടുന്നത് അല്ലേ. സി ഓപ്പൺ ദ ബ്രാക്കറ്റ് ആൻഡ് സി x1 ബൈ റൂട്ട് എൻ നോട്ട്. ഓക്കെ, ഇസഡ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ് വിത്ത് റൂട്ട് എൻ നോട്ട് പ്ലസ് റൂട്ട് ഇ ബി ബൈ റൂട്ട് എൻ നോട്ട് എന്ന് കിട്ടും. നൗ യു ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ്. സോ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു dx1 റൂട്ട് എൻ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും. സോ ഡി ഇസഡ് എന്ത് കിട്ടി നമുക്ക്, dx1 ബൈ റൂട്ട് എൻ നോട്ട് എന്ന് കിട്ടി. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇസഡിന് നമുക്ക് ഈ ഒരു ടേമിന് നമ്മൾ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇസഡ് സ്ക്വയർ. ദെൻ dx1 പകരം സോ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് dx1 ഇസ് ഈക്വൽ ടു റൂട്ട് എൻ നോട്ട് ടൈംസ് ഡി ഇസഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തീർന്നില്ല, ഇവിടെ x1 എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിൻ്റെ റേഞ്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതിനെ നമ്മൾ ഇസഡിൻ്റെ ടേംസിൽ കൺവേർട്ട് ചെയ്യണം. സോ നമ്പർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 3, ഓക്കെ, ഓർ equation number 4. Okay, now in 4 put x1 is equal to lower limit എന്താ 0. x1 lower limit 0 കൊടുക്കുമ്പോൾ what is the value of z is equal to 1 by root n naught into 0 plus root eb, that is root eb, or നമുക്ക് എന്ത് എഴുതാം, root of eb by n naught എന്ന് എഴുതാം. So that means ഈ ലിമിറ്റ് 0 ആകുമ്പം അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, this is the limit to be substituted. Now in the same equation you substitute the upper limit. Upper limit എന്താണ്, ഇൻഫിനിറ്റി. എന്തുവാണ് upper limit, x1 ആണ് ഇൻഫിനിറ്റി അല്ലേ. Now in the same equation, in the fourth equation, in order to find the upper limit of z, you put x1 is equal to infinity. So what you will get, z is equal to തീർച്ചയായിട്ടും അല്ല, ഇവിടെ ഒരു ഇൻഫിനിറ്റി ടേം ആണ്. സോ ഇൻഫിനിറ്റി പ്ലസ് റൂട്ട് ഇ ബി ഹോൾ തിങ് ഇൻഫിനിറ്റി തന്നെ കിട്ടും. അപ്പോൾ ഇതും കിട്ടി അല്ലേ. അപ്പോൾ ആ ലോവർ ലിമിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, x1 0 ആയപ്പം കിട്ടിയ ലിമിറ്റ് എന്താണ്, റൂട്ട് ഓഫ് ഇ ബി ബൈ എൻ നോട്ട്. അപ്പർ ലിമിറ്റ് എന്താ കിട്ടിയത്, ഇൻഫിനിറ്റി. ഇതെല്ലാം നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യു സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ ദ ഇക്വേഷൻ 5 becomes error probability P10 is equal to what we got, 1 by root pi n naught as such. Integral 0 to infinity വരെ ഈ ലിമിറ്റ് കൊടുക്കുക, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലിമിറ്റ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇ ബി ബൈ എൻ നോട്ട് ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ, എക്സ്പൊണൻഷ്യൽ ഓഫ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു, മൈനസ് ഓഫ് ഇസഡ് ആയിരുന്നു അല്ലേ, ഇസഡ് അല്ലേ ഈ ടേം ആയിട്ട് എടുത്തത്. സോ ഇവിടെ പക്ഷേ ഇസഡ് സ്ക്വയർ ആണല്ലേ, ഇഫ് ദിസ് ഈസ് ഇസഡ്, ഈ ടേം എന്താണ്, അതിൻ്റെ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് മൈനസ് ഇസഡ് സ്ക്വയർ, ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് dx1 സബ്സ്റ്റിറ്റ്യൂട്ട് d z
Okay, instead of dx1 substitute ഇത്, that is root n naught into dz. root n naught dz എന്ന് നമുക്ക് എഴുതാം. Okay. Now anyway this root n naught എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ആ root n naught-ഉം ഇവിടെ ഉള്ള ഒരു root n naught-ഉം കൂടി anyway cancelled ആയി പോകും. And what you will get this as error probability of receiving 1 when 0 was transmitted, 1 by root pi integral and the limit root of EB by n naught, okay, up to infinity exponential minus z square dz എന്ന് കിട്ടി. Okay, now we just multiply and divide by 2. Okay, അതെന്തിനാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റു 2 by 2 ചെയ്യുക. Okay, that is 1 by 2 into 2. Okay, ഇക്വേഷനിൽ ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടുന്നത്? 1 by 2 ഇൻറ്റു ഈ ടേം ഒരുമിച്ച് എഴുതുക. 2 by root pi root of EB by n naught, താഴത്തെ ലിമിറ്റാണ്, അപ്പർ ലിമിറ്റ് എക്സ്പൊണൻഷ്യൽ മൈനസ് z square dz. Okay, now we will write a very important function. നമ്മൾ എറർ പ്രോബബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ പേരാണ് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, എറർ പ്രോബബിലിറ്റി അതിൻ്റെ ടേംസിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ. കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ERFC എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷനാണ്. സോ ഫംഗ്ഷൻ ഓഫ് സേ വേരിയബിൾ യു. ഇനി ഈ കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻഡ് ആയിരിക്കും അറിയാമോ? ആൻഡ് ദിസ് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്, സി ദിസ് ഈസ് ഹൗ വി ഡിഫൈൻ 2 by root pi integral u to infinity exponential minus z square dz. See, this is how the error complementary function is defined. അപ്പോൾ എറർ പ്രോബബിലിറ്റിയെ ഇതിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതും? നിങ്ങൾ ഇതിൻ്റെ ഈ ഇക്വേഷനിലേക്കൊന്ന് നോക്കിക്കേ. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ഇക്വേഷൻ. ഇതിനകത്ത് 2 by root pi, see, ഈ ഇക്വേഷൻ this part of this equation is similar to the ERFC, കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ അല്ലേ. 2 by root pi, ഹിയർ ഓൾസോ 2 by root pi. ഇവിടെ ഇൻഫിനിറ്റി ലോവർ ലിമിറ്റ് ഇവിടെ യു ആണ്. പക്ഷേ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് യു ഇറ്റ് ഈസ് root EB by n naught. സോ ഇവിടെ യുവിന് പകരം root EB by n naught വരും. റെസ്റ്റ് ഓൾ ദ സെയിം എക്സ്പൊണൻഷ്യൽ മൈനസ് z സ്ക്വയർ dz. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്താണോ അതാണ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് root EB by n naught ആണ്. സോ ദിസ് ഇക്വേഷൻ യു മേ ഗീവ് ദിസ് ഇക്വേഷൻ നമ്പർ വേണേൽ കൊടുത്തിട്ട് rewriting this equation. So rewriting this equation number say 6, rewriting equation 6 in terms of the complementary error function, what you will get? We will get probability of getting 1 when 0 was transmitted is equal to 1 by 2 times, ഇതിനെ എങ്ങനെ എഴുതാം? ERFC of, instead of u, write this, that is root of EB by n naught എന്ന് എഴുതാം. Okay, or let me give a square back. Okay, now ഇതാണ് എന്ത് പ്രോബബിലിറ്റി? എറർ പ്രോബബിലിറ്റി. 0 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ 1 കിട്ടാനുള്ള എറർ പ്രോബബിലിറ്റിയാണ് ഇതല്ലേ. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കൈൻഡ് ഓഫ് എറർ. ഫസ്റ്റ് എറർ എങ്ങനെയാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത്? സി, ട്രാൻസ്മിറ്റ് ചെയ്തത് 1 ആണ്, അല്ലെങ്കിൽ 0 S2 of t ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. S2 of t ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, 0 ട്രാൻസ്മിറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയത് 1 ആണ്. അപ്പോൾ ഈ എറർ പ്രോബിലിറ്റിയാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. സിമിലർലി സെക്കൻഡ് എറർ നമുക്ക് ഇതേ കൂട്ട് ഡിറൈവ് ചെയ്യാം. ഇവിടെ മുതൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ യു നീഡ് നോട്ട് ഷോ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡെറിവേഷൻ. സിമിലർലി നമുക്ക് എഴുതാം. സെക്കൻഡ് എറർ എന്തായിരുന്നു?
നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് S1 ആയിരുന്നു. S1 എന്ന് പറഞ്ഞാൽ ബൈനറി സിമ്പിൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷേ കിട്ടുന്നത് എന്താണ്? റിസീവർ ഡിസൈഡ്സ് ഇൻ ഫേവർ ഓഫ് S2 എന്ന് പറഞ്ഞാൽ 0 കിട്ടുന്നു. ഇതിൻ്റെ എറർ പ്രോബബിലിറ്റിയെ P01 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സിമിലർലി ഇഫ് യു ഡിറൈവ് ദ എറർ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദ സെക്കൻഡ് കണ്ടീഷൻ, സിമിലർലി ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? P10 ആണ്. Similarly, what? P01. Okay, similarly, P01 can be written as what? 1/2 Similarly, P10, that is error probability of 10 അല്ല 01. 10 ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തു. എറർ പ്രോബബിലിറ്റി ഓഫ് റിസീവിങ് 0 എപ്പോൾ 1 ട്രാൻസ്മിറ്റ് ചെയ്തപ്പം 0 കിട്ടി. 1 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ 0 കിട്ടി. അതിൻ്റെ എറർ പ്രോബബിലിറ്റി അപ്പോൾ എങ്ങനെ എഴുതാം? സെയിം തന്നെ ആയിരിക്കും, 1/2. നിങ്ങൾ ഡിറൈവ് ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ, root of EB/N0. EB/N0 ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ. ബിക്കോസ് ആ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിലാണ് ചേഞ്ച് വരുന്നത്. ആ ഒരു മീൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽ. അത് ഡിറൈവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഇഫ് യു ഡിറൈവ് ഇറ്റ് യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. സോ ഇതും ഒരു എററാണ്, ഇതും എററാണ്. സോ മൊത്തത്തിലുള്ള ആവറേജ് പ്രോബബിലിറ്റി ഓഫ് എറർ അല്ലെങ്കിൽ ബിറ്റ് എറർ റേറ്റ്, therefore the error probability, the probability of error or the bit error rate of BPSK is equal to average of ഇതിൻ്റെ രണ്ടും എററാണല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് കാണണം. ദാറ്റ് ഈസ് P01 + P10 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിൻ്റെ എറർ സെയിം ഇത് തന്നെ കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് 1/2 ERFC root of EB/N0 plus 1/2 complementary error function root of EB/N0, because same equation ആണ്, whole divided by 2. അപ്പോൾ മുകളിൽ എന്താണ്? മുകളിൽ അത് LCM എടുത്ത് 1/2 എടുത്ത് കോമൺ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ what you will get? 1 കിട്ടും അല്ലേ. And finally, if you solve this, you will get the equation as 1/2 ERFC root of EB/N0. So this is the average error probability. This is the average error probability of binary phase shift keying. BPSK യുടെ average error probability യുടെ equation ആണ് ഇത്. And this equation is very very important. Okay, many a times ഇത് SAയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. So this is all about the derivation of error probability of BPSK. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ BPSK യുടെ ജനറേഷൻ ഡിറ്റക്ഷൻ, എങ്ങനെയാണ് ഇതിനെ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ബ്ലോക്ക് ഡയഗ്രാം വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കും. താങ്ക് യു.